ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതിനുള്ള ടൈം കിട്ടിയില്ല. ഈ വീഡിയോ കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരുന്നു. ഇത് ഒരു നിക്കാഹ് ഡ്രസ്സ് ചെയ്തതാണ്. എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ അവരുടെ നിക്കാഹിന് വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചതാണ്. പാനൽ കട്ടിലാണ് ചെയ്യുന്നത്. നല്ല പണിയുള്ള വർക്കായിരുന്നു. കുറച്ചധികം തന്നെ ടൈം എടുത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ബീഡ്സ് കളയാൻ ഒരുപാട് ടൈം വേണ്ടി വരുന്നതിന് എനിക്ക്. കാരണം ആ ബീഡ്സിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മെഷീൻ്റെ സൂചിയും പൊട്ടിപ്പോവും, മെഷീൻ കേടായിപ്പോവും. അതുകൊണ്ട് പിന്നെ ബീഡ്സ് കളയാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം നല്ലോണം വേണ്ടി വന്നിന് സ്റ്റിച്ച് ചെയ്യാൻ. എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം സാധനം നല്ല അടിപൊളിയായിട്ട് കിട്ടീന്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന്. കസ്റ്റമറിന് ഭയങ്കര സന്തോഷമായിന് കണ്ടിട്ട്. അവർക്ക് നല്ല ഫീഡ്ബാക്കായിരുന്നു അറിയിച്ചത്. പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിന് എന്ന് പറഞ്ഞു. ഇത് ഞാൻ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങാണ് കട്ട് ചെയ്യുന്നത്. അത് അംബ്രല കട്ടിലാണ് ചെയ്തത്. സെമി അംബ്രലയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായത്. മുകളിലത്തെ മെയിൻ ഫാബ്രിക് പാനൽ കട്ടും, അടിയിൽ ലൈനിങ് അംബ്രല കട്ടിലാണ് ചെയ്തത്. ഇത് കോട്ടൺ ലൈനിങ് ആണ്. ഞാൻ ബോഡി പാർട്ടിന് കോട്ടൺ ലൈനിങ്ങും പിന്നെ അതുപോലെ ക്രേപ്പ് ലൈനിങ്ങും രണ്ടും കൂടി വെച്ചിട്ടാണ് ചെയ്തത്. അതാകുമ്പം കുറച്ചും കൂടി ബോഡിക്ക് കുറച്ച് തിക്നെസ് കിട്ടും. ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. സ്റ്റിഫ് നെറ്റിന് വേണ്ടിയിട്ട് അടിയിലേക്ക് കോട്ടൺ ലൈനിങ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് സ്റ്റിഫ് നെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കട്ട് ചെയ്യുന്നത്. ചെറിയ മോനും ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ കളർ ചെയ്തൊരു പിക്ചറാണ് കാണിച്ചു തന്നത്. പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റോണ് ഇളക്കാൻ എനിക്ക് കുറേ ടൈം വേണ്ടി വന്നിരുന്നു. കുറേ സ്റ്റോൺ ഉണ്ടായിരുന്നു കളയാൻ. പാനൽ കട്ടായതുകൊണ്ട് സ്കേർട്ട് പാർട്ടിൻ്റെ പിന്നെ പാനൽ കട്ടിനും
ഒരുപാട് ഇടയിലിടയിൽ കുറേ കല്ലുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കളയാൻ ഒരുപാട് ടൈം എടുത്തിന്. വീഡിയോയിൽ ഞാൻ അത്യാവശ്യം കുറച്ച് പിന്നെ കല്ലിളക്കുന്നത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കുറേ ടൈം അതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദുപ്പട്ടയിൽ സ്കാലപ്പ് വർക്കാണ് ചെയ്തത്. അപ്പോൾ സ്കാലപ്പ് വർക്ക് പറഞ്ഞാൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടില്ല. കസ്റ്റമർ തന്നെ ലേസ് കൊണ്ടുവന്ന് സ്കാലപ്പിൻ്റെ തന്നെ ലേസ് കൊണ്ടുവന്നു. അത് ദുപ്പട്ടയിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് സ്കാലപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. 2 ദുപ്പട്ട വരുന്നുണ്ട്. ഒരു ഷാൾ സൈഡിലും ഒന്ന് തലയിലിടാനുള്ളതാണ്. അപ്പം വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് നല്ല കളറുമാണ്. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഡാർക്ക് കളറും അതുപോലെ കുറച്ചധികം ഫ്ലെയറും ഉണ്ട്. വീഡിയോയിൽ അത്രയും എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടാണെന്നല്ല, എനിക്ക് അത്യാവശ്യം എനിക്ക് കഴിയുന്നത് പോലെ എടുത്തതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.